കോഴിക്കോട് ബേപ്പൂരിൽ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. പ്രൊബേഷൻ എസ്ഐ ധനീഷ് ഉൾപ്പെടെ 4 പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഗുരുതരമായി പരിക്കേറ്റ അനന്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുചക്രവാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിനാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയതെന്ന് അനന്തു പറയുന്നു. കഞ്ചാവ് കൈവശം വെച്ചതിന് അനന്തുവിനെതിരെ ബേപ്പൂർ പോലീസ് കേസെടുത്തു. എസ്ഐക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അനന്തുവും കുടുംബവും മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യുവാവിനെ ബൈക്കിൽ 3 പേർ ചേർന്ന് പോയതിന് യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ എസ്ഐ മർദ്ദിച്ചെന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ ബേപ്പൂർ സ്വദേശിയായ അനന്തുവിനാണ് കാര്യമായി ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിട്ടുള്ളതെന്നാണ് അനന്തു പറയുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം അനന്തുവിന്റെ ശരീരത്തിൽ ആകെ മുറിവിന്റെ പാടുകളുണ്ട്. ഇതൊക്കെ ഇന്നലെ 3 പേർ പോയതിനാണ് പോലീസ് മർദ്ദിച്ചത്. 3 പേര് പോയതിനാണ്, പക്ഷെ ഇന്നെ മാത്രം പിടിച്ചടിച്ച് ബാക്കിയുള്ള ആൾക്കാർ മൂന്നാമതുള്ളവനെ ഒരു കേസും കാര്യങ്ങളൊന്നുമില്ല. അർജുൻ എന്ന് പറഞ്ഞൊരു ചെക്കനെ മാത്രം വിളിച്ചിട്ടേ ഉള്ളൂ. ഓൻ്റെ കൂടെ അപ്പം തന്നെ നിന്ന. അപ്പം ഓനെ വിളിച്ചിട്ട് ഓനെ പോലീസുകാരൻ പുറത്തേ പോയപ്പോൾ അവൻ്റെ അമ്മനെ വിളിച്ച് വന്നപ്പോഴത്തേക്ക് ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞാനവിടേക്ക് സാറിനോട് കയറി വന്നിട്ട് സാറെ ഫൈൻ ഇട്ടോളി ത്രിപെടുത്ത് വണ്ടി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പം ആ സാറ് അവിടെ നിൽക്കാറുണ്ട്. ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ട് പട്ടിക കഷ്ണം എടുത്തോണ്ടായിരുന്നു. ആ റൂമിൻ്റെ ഉള്ളോട്ട് കയറ്റിയിട്ട് ഫുള്ള് തലക്കും ഇതിനൊക്കെ അടിച്ച് ഞാൻ എന്നിട്ട് കൈക്ക് ഒരു 5-6 പ്രാവശ്യം അടിച്ചപ്പോൾ ഞാൻ തല പൊന്തിച്ചപ്പോൾ എൻ്റെ മൂക്കിനും പിന്നെ തലേൻ്റെ ബാക്കിലും തലേൻ്റെ മുകളിലൊക്കെ കുറേ പ്രാവശ്യം അടിച്ച്. എന്നിട്ട് ഞാൻ അവിടെ സൈഡിൽ ഇരുന്നപ്പോൾ ഞാൻ സാറിനോട് കുറച്ച് വെള്ളം ചോദിച്ച് അത് കഴിഞ്ഞ് ഞാൻ മതിലിനെ പോലെ പിടിച്ച് എണീച്ചപ്പോൾ പിന്നെ വന്ന് പോലീസുകാരൻ വന്നിട്ട് പിന്നെ അടിച്ച്. പിന്നെ ആ സാറ് വന്നിട്ട് പോലീസുകാരൊക്കെ ആ സാറിനെ അങ്ങനെ പിടിച്ചേക്കുന്നുണ്ട്. പിന്നെയും പട്ടികയായിട്ട് വന്നിട്ട് പിന്നെയും അടിച്ച്. എന്തിനാ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ അവരെന്താ പറഞ്ഞത്? ഈ ബൈക്കിൽ 3 പേര് പോയതിനാണോ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? എന്നോട് ഫൈന് അടച്ചിട്ട് പോയിക്കോ, വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടീന്റെ പേരിൽ ഫൈനിട്ട് പോയിക്കോളി പറഞ്ഞിട്ടാണ് വിളിച്ചത്. പിന്നെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പിന്നെ എന്നെ അടിച്ചിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എസ്ഐക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾക്കെതിരെ ഇപ്പോഴൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. കേസെടുത്തതിൽ എനിക്കൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ തപ്പുക കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ വിളിച്ച് സാറ് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്ന് സാർ എന്നെ അടിച്ച് വിട്ടു. അതിൻ്റെ അകത്ത് എന്നെ എവിടെ തപ്പിയത് കാര്യങ്ങളൊന്നും അറിയില്ല. തപ്പിയിട്ട് ഒന്നുമില്ല. സാറിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. അടിച്ചു കഴിഞ്ഞാലാണ് പറയണത് നന്നാവാൻ വേണ്ടിയാണ് അടിച്ചത്. അത് ഇനി വീട്ടിൽ പോയി പറയരുത്. വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഈ വരണോ സ്റ്റേഷനിൽ, എന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേരിൽ വേറെ കേസ് ഇട്ട് തരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ അവിടെ നിന്ന് അടിച്ച്. കേസാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു കടലാസിൽ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് അച്ഛൻ്റെ പേര് അമ്മൻ്റെ പേര് അഡ്രസ്സും ചോദിച്ചിട്ടാണ് വിട്ട്. നിങ്ങളുടെ തുടർ നടപടികൾ എന്തായിരിക്കും? സ്റ്റേഷനിൽ ഈ എസ്ഐക്കെതിരെ പരാതി നൽകുന്നുണ്ടോ? ഏതറ്റം വരുമ്പോൾ ഞങ്ങളെ 3 ആളെ സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടാലും ശരി, ഇനി ഒരു മനുഷ്യന്റെ മേലെ കയ്യേക്കരുത്. ഒരു 20 വയസ്സായ കുട്ടീനെ ഇങ്ങനെ മറന്നിക്ക് നീ കഞ്ചാവ് പിടിച്ചോട്ടെ, എന്ത് പിടിച്ചോട്ടെ. ഇന്നൊരു എക്സാം നടക്കുക കുട്ടിക്ക്. ആ പോലീസുകാരൻ വന്നിട്ട് ഓരോ ഭാവി പോയില്ലേ? ഇനി എത്ര വർഷം, 2 വർഷം ഇനിയും കാത്തിരിക്കണം ഈ ഒരു എക്സാമിന് വേണ്ടിട്ട്. എന്ത് ക്രൂരത നമ്മൾ ചെയ്തു അയാളോട്. ബേപ്പൂർ എസ്ഐ ആയ ധനീഷിനെതിരെയാണ് ഈ യുവാവ് ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഇവർ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഏതവസ്ഥയിലാണെങ്കിൽ കൂടിയും ഇത്രയും ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് CCTV ഇല്ലാത്തൊരു ഇടത്ത് കൊണ്ടുപോയി ക്രൂരമായി യുവാവിനെ മർദ്ദിച്ചു എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെ, വീഴ്ച തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷബീർ കല്ലിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.